26-ാം വയസ്സിൽ പാർട്ടിയുടെ നാഷണൽ ട്രഷറർ രാഘവ് ചഡ്ഡ എന്ന പൊളിറ്റീഷ്യൻ വളർന്നു പന്തലിക്കാൻ അധികം കാലം വേണ്ടിയത്. TV ചർച്ചകളിൽ മറ്റുള്ളവർ അലറി വിളിക്കുമ്പോൾ രാഘവ് വളരെ കൂളായിട്ട് നമ്പറുകളും ഡാറ്റകളും വെച്ച് തൻ്റെ എതിരാളികളെ നേരിടും. ആം ആദ്മി പാർട്ടിയുടെ യങ്ങസ്റ്റ് നാഷണൽ സ്പോക്സ് പേഴ്സണായി രാഘവ് മാറി. They will never make this a Modi versus Kejriwal or a Modi versus Mamta Banerjee or a Modi versus Mayawati because in Delhi they lost. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പതിയെ ജനങ്ങളുടെ മനസ്സിൽ ഒരു മെയിൻ ക്യാരക്ടർ വൈബ് സൃഷ്ടിക്കാൻ തുടങ്ങി. 2019 ആദ്യമായി രാഘവ് ലോക്സഭാ ഇലക്ഷനിലേക്ക് മത്സരിച്ച് തോറ്റെങ്കിലും അത് അയാൾക്ക് വെറും ഒരു പ്രാക്ടീസ് സെഷൻ മാത്രമായിരുന്നു. People want educated, civil, genuine, honest, upright people. പക്ഷേ 2020 ഡൽഹി അസംബ്ലിയിലേക്ക് മത്സരിച്ച രാഘവ് മിന്നുന്ന വിജയം രുചിച്ചു. MLA ആയതിനു ശേഷം രാഘവ് ശരിക്കും ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങി. 8 किलो और 2 किलो. ഡൽഹി ജൽ ബോർഡിന്റെ ചെയർമാൻ ആയപ്പോൾ രാഘവ് ഹരിയാന ഗവൺമെന്റുമായി ഫൈറ്റ് ചെയ്ത് ഡൽഹിക്ക് അവകാശപ്പെട്ട 16,000 ക്യൂസെക് വെള്ളം തിരികെ നേടിയെടുത്തു. അത് അയാളെ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്റ്റാർ ആക്കി മാറ്റി. രണ്ടായിരത്തി 2022 AAP പഞ്ചാബ് പിടിച്ചെടുത്തതിന്റെ മെയിൻ ആർക്കിടെക്ട് രാഘവ് ചഡ്ഡയായിരുന്നു. പിന്നീട് വെറും 34-ാം വയസ്സിൽ രാജ്യസഭയിലേക്ക് MP ആയി പ്രവേശനം ചെയ്തു. I, Raghav Chadha, having been elected a member of the Council of States, do swear in the name of God